ഞാനേ കിലുക്കു സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. എനിക്ക് മനസ്സിലാവൂടാ നിന്നെ. നിനക്കറിയോ ഞാൻ ഊട്ടി കണ്ടിട്ടില്ല. ഡയറക്ടർ പിടിച്ച ആദം കൊറേ നേരായിട്ട് അല്ലേ, എന്താണ് എന്റെ അടുത്തോട്ട് വരാത്തത്? ഒരു രാഗമേഘം താളിലെഴും ഒരു മൗനം. ഇത് ഹോക്കി സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ തെർമോക്കോളാ. അപ്പൊ ഇതിങ്ങനെ വളയും, അപ്പൊ ഒരു ഒറിജിനാലിറ്റി കിട്ടില്ല. അതും പൈസ ഒറിജിനൽ അടി ഒറിജിനൽ ഹോക്കി സ്റ്റിക്ക് നോക്കി കിട്ടും ദാദം. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ ഇവിടുന്ന് തുടങ്ങിയ ഈ തന്ത്രപ്രായമുള്ള 5 റൂമുണ്ട് വീട്ടില്. കോളേജ് വൈബായി. എന്തെങ്കിലും തലേന്നെന്തെങ്കിലും പ്രശ്നമായ അത് പോകുന്നില്ല. പടം 27-ാം തീയതി ഇറങ്ങണം. പക്ഷെ അതെങ്ങനെ ആവും അതെല്ലാം പ്രേക്ഷകരുടെ ആയിരിക്കണം. പക്ഷെ എന്തോ ഈ പടം ചെയ്തുകൊണ്ട് ആർക്കും ഇടിയിരിക്കുന്നവർക്ക് നഷ്ടമില്ല. കാരണം അങ്ങനെ കണക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. പ്രശ്നം പറഞ്ഞുതരാ. പ്രശ്നം കേട്ടാ നിങ്ങൾ ചിരിക്കും. ബാബയ്ക്ക് രാത്രി 3 മണിക്ക് ഊട്ടി പോണം. അപ്പൊ ഇവൻ പറഞ്ഞ ആനയെ കാണാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല. 100 കിലോമീറ്റർ 2 മണിക്ക് ആനനെ കാണുന്നു. അവസാനിച്ചത് ഊട്ടിയിലെ ആനനെ കണ്ടിട്ട് തിരിച്ചു വന്നതാണ്. വണ്ടി ഓടിച്ചതാ. ഞാൻ വണ്ടി ഓടിച്ചു പോയി. എന്നിട്ട് ആനനെ കണ്ട് ആനന്റെ നേരെ മുന്നിൽ പോയി യൂട്ടർ അടിച്ചിരിക്കും. ആനനെ കണ്ടില്ല. അതിനുശേഷം ഭയങ്കര നമ്മളെല്ലാരും ഭയങ്കര കമ്പനി. എനിക്ക് ഈ പറഞ്ഞ ഒരു ഹോം സിക്നസ് പരിപാടിയിൽ ഞാൻ ഡെർബിയുടെ ലൊക്കേഷൻ ഇവർക്കറിയാം. ഞാൻ ഡെർബിയുടെ ലൊക്കേഷനിൽ സെറ്റിൽ വരുന്ന ഭയങ്കര ഡിപ്രഷൻ അടിച്ച് എനിക്ക് വേറെ ഇഷ്യൂസ് ഒക്കെ ആയി. ഭയങ്കര ബ്രേക്കപ്പ് തേപ്പൊന്നുമല്ല, വേറെ ഇഷ്യൂസ് അതുപോലത്തെ എന്തോ ഒരു പോവില്ല. അങ്ങനെ ഡെയിലി ബിരിയാണിയിൽ പീസ് അങ്ങനെ ചെറിയ ചെറിയ കേസിനാണ് ഡിപ്രഷനിൽ പോകുന്നത്. ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യത്തെ ആഴ്ച കരച്ചിലൊക്കെയാണ്. അപ്പൊ അതിനുശേഷം പിന്നെ ഇവിടെ ആകെ ഫുൾ എല്ലാവരുമായിട്ട് കമ്പനി. ഒരു അക്കൗണ്ടിൽ പിന്നെ ഒരു വീഡിയോ ഇട്ടുണ്ട് എല്ലാവരും. 5 റൂമുണ്ട് വീട്ടില്. നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ടാവും. ഇവര് ഹരി എന്റെ ബെഡിന്റെ നേരെ താഴെ ഒരു പായ വിരിച്ച് അവിടെ കിടക്കും. അത് അത്ര നല്ല വലിയ ബെഡ്, കിങ് സൈസ് ബെഡ് റൂമൊക്കെ ഉണ്ട്. അവിടെ താഴെ പായ വിരിച്ചെടുക്കും. ഞാൻ എന്റെ അപ്പുറത്താനും അതല്ലേക്കട അത്ര അടിയിട്ടിട്ട് ഞാൻ പിന്നെ കിടക്കുന്നത് വരെ നെഞ്ചത്ത് ഒരാള് തല താഴെ പിന്നെ അയാളെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കില്ല. അത്ര പിന്നെ ഭയങ്കര ബോണ്ടായി. കാരണം എന്താ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിത് സിനിമ ലൊക്കേഷൻ വിട്ടുപോയി. ഞാനൊക്കെ ഈ സിനിമയിലോട്ട് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം പക്ക പങ്ക്ചറായിരിക്കണം. മറ്റേ പ്രകടനത്തിലൊക്കെ നമ്മൾ അമ്മാതിരി കറക്റ്റ് 6 മണിക്ക് ഷൂട്ട് പറഞ്ഞാൽ 6:05 അപ്പുറത്തോട്ട് നമ്മൾ പോകില്ല ലൊക്കേഷൻ. ഇത് എനിക്ക് പിന്നെ കോളേജ് വൈബായി. എന്തെങ്കിലും തലേന്നെന്തെങ്കിലും പ്രശ്നമായ ഇത് പോകുന്നില്ല. കാരണം ശരിക്കും ഞങ്ങള് കോളേജിലാണ് പോകുന്നത്. രാവിലെ മറ്റേ സ്കൂൾ ബസ് വരുന്നതാണെങ്കിൽ ഒരു വണ്ടി വരും, നമ്മള് കയറി കോളേജിൽ പോവാ. തലേന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം ഋഷി ഞാനില്ല. ഷൂട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ഇന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ പടത്തിൽ ഉയർത്തത്തില്ല. പിന്നെ ഈ പറഞ്ഞ കുറെ അത് ഒരിക്കലും ഒരു സെറ്റിൽ ചെയ്യാൻ പാടില്ല. നമ്മളൊന്ന് പറഞ്ഞ ഈ പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ ദേശത്തിന്റെ പെട്ടെന്ന് കയറി ഇതാന്ന് വെച്ചാൽ ഈ സിനിമ ലൊക്കേഷൻ ഞാനത് അങ്ങനെ ആവത്തേ ഇല്ല. ഈ പറഞ്ഞ ഇവന്മാരോട് കൂടിയിട്ട് എനിക്ക് സിനിമ ലൊക്കേഷൻ ആണോ കോളേജാണോ ഹോസ്റ്റലാണോ ഒന്നും പിടിയിട്ടല്ല. ഇത് എങ്ങനെയോ ഇത് തീർത്തിട്ട് പിന്നെ നമ്മള് ഓക്കെ പണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ലൊക്കേഷന് നമ്മൾ അത്യാവശ്യം പരിപാടി കൊടുക്കണമല്ലോ. പ്രായമുണ്ട്.
ഷൂട്ടിൽ പോകണ്ട ശിവ പോയിട്ടാ ഞാനേ കിലുക്കു സിനിമയിൽ മാത്രം ഊട്ടി കണ്ടിട്ടുള്ളൂ. ശിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാത്തിനെയും വിളിച്ചത്. അങ്ങനല്ല പറഞ്ഞേ. എനിക്കറിയാം. എടാ എന്തേലും പറഞ്ഞു റെഡിയാക്കാം പോലെ ഞാൻ കിലുക്ക സിനിമയിലെ ഊട്ടിയായിരുന്നു. എനിക്ക് ഊട്ടി കാണുന്നു. വേറൊരു ഞാൻ പോയി കരഞ്ഞ് ഭയങ്കരമായിട്ട് കിടക്കുക. എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിട്ടുണ്ടേ എനിക്ക് മനസ്സിലാവൂടാ അതിനെ. നിനക്കറിയോ ഞാൻ ഊട്ടി കണ്ടിട്ടില്ല. ഞാൻ ഊട്ടി കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ട്രിഗർ ഞാൻ ഇന്ന് ഊട്ടി കാണാം. എല്ലാത്തിനേക്കാള് കുറച്ച് അടുത്ത ദിവസം ശബരീഷ് ചേട്ടൻ വന്നു. ശബരീഷ് ശർമ്മ പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഒരുപാട് വലിയ ആക്ടർ. എന്നോട് അതിന് മുമ്പേ സാഹസത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് പ്രായം ഉണ്ടെന്നേ ഉള്ളൂ, പുള്ളി നമ്മുടെ വൈബാണ്. പുള്ളി ഇവര് നോക്കുമ്പോഴേക്കും പുള്ളി ഒരു ദിവസം വന്നിട്ട് എന്നിട്ട് നമ്മള് പറഞ്ഞു നമ്മള് വണ്ടി എടുത്ത് പോവാ, ഞാൻ വന്ന് ലിഫ്റ്റ് എടുത്ത് പോകും. പുള്ളി ബാഗ് കെട്ടിപ്പിടിച്ച് റോട്ടിൽ നിൽക്കുക. ഊട്ടിക്ക് പോയേ പറ്റുള്ളൂ. ഊട്ടിക്ക് പോകണം. ലാസ്റ്റ് ഞാൻ പോയി ശബരിച്ചേട്ടാ ഇന്ന് പോകണ്ട, നമുക്ക് നാളെ ഷൂട്ടല്ലേ, ഷൂട്ടിനും എത്തും ഊട്ടിക്ക്. ഷൂട്ടിനുണ്ട് എത്തും. എവിടെ ഊട്ടി? എല്ലാത്തിനും നല്ലതാ നീല. ഊട്ടിക്ക് പോയപ്പോ കിടന്നുറങ്ങി. നമുക്കൊരു പേരുണ്ടാവില്ലേ ആക്ച്വലി എല്ലാ വള്ളിക്കും സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരുത്തരേക. അങ്ങനെ ഓൾറെഡി വള്ളി പിടിക്കും, അതിന് സപ്പോർട്ട് കൊടുക്കുവേ. എന്നിട്ട് ഇവിടെ മാന്യനായിട്ട് ഞാൻ സത്യം പറഞ്ഞ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു ഇപ്പൊ ലൊക്കേഷൻ സിനിമ അതെല്ലാം പറന്നുപോയി. നമ്മളെന്തോ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുന്നു. ഇതല്ല സിനിമ. ഇങ്ങനല്ല ആക്ച്വലി ഇത് നമ്മളിങ്ങനെ ഞങ്ങള് മുട്ടയില്ലാത്തതിനെ കടിയുണ്ടൊക്കെ ഉണ്ടാക്കി. എന്റെ മുട്ട നമുക്ക് നമ്മളെ ഈ സിനിമയിലുള്ള ഈ പറഞ്ഞ ഫുഡ് അവരൊക്കെ ഭയങ്കര കമ്പനിയാണ്. എന്നിട്ട് നമ്മള് മറ്റേ സാധനം നമുക്ക് 5 മുട്ട വേണേ 6 മുട്ട വേണേ മൂപ്പരെല്ലാം സെറ്റ് ചെയ്ത് തരും. അങ്ങനെ എല്ലാവരും ഭയങ്കര കണക്ട് ആയ ഒരു പടമായിരുന്നു. അല്ല ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് ഒരു പറ്റിയെടുക്കോട്ടോ. അതുപോലെ അവർക്കും ഭയങ്കര രസമായിരുന്നു. പിള്ളേര് പോയിട്ട് ഇതേപോലെ നമ്മള് ആർട്ടിസ്റ്റ് കാണിക്കുന്ന ചേട്ടാ 2 മുട്ട എക്സ്ട്രാ വെച്ചിരുന്നു, പക്ഷെ ഇനി കൊടുക്കരുത് അവന്റെ എനിക്ക് ഞങ്ങൾ മാത്രമല്ല കുറെ ജൂനിയേഴ്സ് ആയിട്ട് നമ്മളെ കുറെ പേരുണ്ട്. അല്ല കോളേജ് ആയ അങ്ങനെയാണല്ലോ, ഒരു ഓളാണല്ലോ കോളേജ് എന്ന് പറയുന്നത്. അതിലെ കുറച്ച് പേര് ഋഷിനെയാണ് ഡെർബിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ ഡെർബിയുടെ കാര്യം തന്നെയല്ലോ പറയുന്നത്. ഹരി അവിടെ നിന്ന് കുറെ നേരമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പറയും എന്താ ചിരിച്ചത്? എന്തിനാ ചിരിച്ചത്? അയ്യോ ഇപ്പൊ സാഹസത്തിലും അതുപോലെ തന്നെ ആവേശത്തിലൊക്കെ അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ആവേശത്തിൽ ഇതേപോലെ തന്നെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ. അത് അപ്പൊ ഈ ഇതുപോലെ അത് ആവേശം മൊത്തം ഒരു ക്യാമ്പസ് മൂവി അല്ല. ആവേശം കുറച്ച് രംഗയുടെ കഥയാണ് ആവേശം. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇൻസ്റ്റയില് ഞാൻ നോക്കിയ സമയത്തേ ഞാൻ പറഞ്ഞത് പിന്നെ ശിവയുടെ പ്രായമുള്ളവർക്കൊക്കെ ഞാൻ മെസ്സേജ് അല്ല ഞാൻ കണ്ടു പണ്ടൊക്കെ പുറത്തിറങ്ങുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന പയ്യനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതറിയ ആവേശം പറഞ്ഞു ഇപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആവേശം ഇറങ്ങിയതിനു ശേഷം ഇതേപോലെ പുറത്തിറങ്ങുമ്പോഴേക്കും പാട്ടുപടി തല്ലി മേടിച്ചവനല്ലേ. അപ്പൊ ഡെർബി ഇറങ്ങിയെന്ന് എന്താ പറയാ? ഡെർബി ഇറങ്ങിയതിനു ശേഷം നീയല്ലേ ഇത്ര തല്ലുണ്ടാക്കി. അങ്ങനെ പേരൊക്കെ പറഞ്ഞ ഡെബ്രിന്നൊക്കെ. നിങ്ങളെ ടപ്സി സിനിമ നിങ്ങളെ സിനിമയുടെ പേരോളാം ഡാപ്സി. അല്ല അപ്പൊ ശരിക്കും അപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പോ എന്തായിരിക്കും ശരിക്കും പറഞ്ഞത്? ഈ സിനിമ ഇറങ്ങുമ്പോഴും തല്ല്, കാരണം ഇതിലെ കുറച്ച് മെയിൻ തല്ലുകളൊക്കെ ഞാൻ പിടിക്കുന്ന വള്ളിയാ, കുറച്ച് അമ്മീൻ പിടിക്കുന്ന വള്ളിയാ, കുറച്ച് ഞാൻ പിടിക്കുന്ന വള്ളിയാ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇത് ഡയറക്ടർ പിടിച്ച ഈ സിനിമ ആവേശത്തിൽ കുറച്ച് കോളേജ് ലൈഫാണ്. ഇത് ഫുള്ള് ഏകദേശം നമ്മൾ 95% കോളേജിൽ തന്നെ ഷൂട്ട് ചെയ്ത പടം. ശരിക്കും ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് കോളേജിൽ പോകുന്നു, അവിടെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു, രാവിലെ ഫുഡ് കഴിക്കുന്നു, ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കുന്ന നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്നു. അടുത്ത് ശരിക്കും കോളേജിലെ ഏതെങ്കിലും സീൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പോഴും നമ്മള് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞോണ പോലെ നേരത്തെ പറഞ്ഞത്
പറഞ്ഞതേ, അതായത് ഇത് ചെയ്യുമ്പോ സമയത്തെ നിങ്ങൾക്ക് കോളേജ് ആണെന്ന് അല്ലെങ്കിൽ അഭിനയിക്കാന്നുള്ളത് തോന്നിപ്പോവാത്ത ഇടയ്ക്കൊക്കെ മറന്നു. ഇടയ്ക്കൊരു ക്യാമറ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ അഭിനയിക്കുന്നത്. അല്ലെ, അയ്യോ ഒരു ക്യാമറ ഉണ്ടല്ലേ. ഇടയ്ക്കൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. ഒരു രണ്ടുപേരും കൂടെ വാക്ക് തർക്കമുള്ള ഫൈറ്റ് സീൻ. ആദം ശിവേനോട് എന്തോ തർക്കിക്കുന്ന ഒരു സീന്. ഓക്കെ, സജിലിക്ക് വന്നു, അഭിയണ്ണം വന്നു, ക്യാമറ ഒക്കെ വെച്ചു, അഭിയണ്ണ പരിപാടിയൊക്കെ പറഞ്ഞു, സജിലിക്ക പരിപാടി പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണം. ഇവൻ തർക്കം തുടങ്ങി, അവൻ തർക്കം തുടങ്ങി. ഇത് ശരിക്കും തർക്കം. അമീനൊക്കെ സൈഡിൽ എന്താണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് ശരിക്കും പിടിച്ചു മാറ്റി. കട്ടെന്ന് വിളിച്ചിട്ട് കേൾക്കണില്ല. ശരിക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത് സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മള് ശരിക്കും മനസ്സിലാവും. ആണ്. അല്ല, അപ്പൊ ശരിക്കും നിങ്ങള് അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു? ശരിക്കും ഞങ്ങള് കുറച്ചുകൂടെ എൻജോയ് ചെയ്തത്, ഞങ്ങള് ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. എല്ലാരും കൂടെ ഒരു വീട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ വീടൊരു പാർട്ടി ഹൗസ് പോലെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. നമ്മള് ഇത് ഇവരുടെ പഴയ സിനിമയിലെ കഥകളൊക്കെ പറയുക, അത് പറഞ്ഞിരിക്കുക. കൂടി ലാസ്റ്റത്തെ വീട് മാറേണ്ടി കിടപ്പാടം പോയി. അല്ല അങ്ങനല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ കയ്യിൽ നിന്നൊക്കെ കുറെ ഇടൂല. അപ്പൊ ചില ഡയറക്ടേഴ്സ് പറയും അത്രയ്ക്കും വേണ്ട കേട്ടോ. അത് ശരിയൊന്നുമില്ല. ഫ്രീഡം നമുക്ക് നമുക്ക് അമീനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പറഞ്ഞ സാധനം ഓക്കെ ആണെങ്കിൽ ശരിക്കും അത് ഓക്കെ ആക്കൂ, നമുക്ക് പറയാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. പുള്ളി സീന് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയും നിങ്ങളുടെ രീതി ചെയ്യുക, ഇങ്ങനെ വേണമെന്ന് ചോദിക്കുക. എനിക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് വേണ്ട, വേറെ സാധനം തരാൻ പറയും. നമുക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു. നമുക്ക് എന്താണ് ഇംപ്രൂവൈസ് ചെയ്യാം, അങ്ങനത്തെ കണ്ടന്റ് മാറായിരുന്നു. അപ്പൊ നിങ്ങളുടെ അഴിഞ്ഞാട്ടം തന്നെ ആയിരിക്കില്ല സിനിമയിൽ. ഇനിയിപ്പൊ ആദമിലോട്ട് വരാം. ആദം കൊറേ നേരമായിട്ട് അല്ലേ, എന്താണ് എന്റെ അടുത്തോട്ട് വരാത്തത്? അല്ല അതെ, ആദമിനെ കാണുമ്പോ ശരിക്കും പറഞ്ഞ ഒരു കോളേജ് കുമാരൻ അതേപോലെ അല്ലേ? ഒരു രാഗമേ എല്ലാരും ഞാൻ കാരണം പാടിട്ടോ. കനവായി കനവായി ഒരു പൂവാനമേ ഒരു രാഗമേഘം നാണൊക്കെ വരുന്നത്. എനിക്ക് പാട്ട് ഇവിടെ കേട്ടാ കടയിലൊക്കെ ഒരു പാട്ട് അതെല്ലേ? പടത്തിൽ ഞാൻ ചെയ്യുന്ന ക്യാപ്റ്റൻ ഒരു അർജുന പ്ലസ് ടു കഴിഞ്ഞ് ഒരു കോളേജ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ അവരെ പിടിക്കുന്ന കുറെ പണികളുണ്ട്. പിന്നെ അവളെ ചുറ്റും കുറെ സുഹൃത്തുക്കൾ ഉണ്ടാണ്. എന്റെ ഞാന് ഹരി, ഋഷ്യ, പിന്നെ അനുഭവം വന്നിട്ടില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടില്ല. അപ്പോ എന്താ ഭയങ്കര രസമായിട്ട് ഒരു സെലിബ്രേഷൻ മൂഡിൽ ഷൂട്ട് ചെയ്തെടുത്തൊരു പടമായി. ഒരു 58-60 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡ്യൂസർ ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യം ഞങ്ങൾക്കൊരു വീടെടുത്തത്. ഒരു 2 നില വീട്, ഏകദേശം ഒരു 5-6 മുറി എന്തോ ഉണ്ടായിരുന്നു. ഭാവിയും പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നേരെ പിന്നെ തുടങ്ങിയ കിച്ചൺ കുറച്ചൊരു അലക്കല്, അത് പരിപാടി, ഇതിൻ്റെ ഇടയ്ക്ക് TV കാണുള്ള പരിപാടികൾ, കളിയാക്കല്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഓരോ ദിവസം കണ്ടതാണ് നമ്മളറിയില്ല. ഒരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ശരിക്കും ഒരു ലക്ഷറി ഹോസ്റ്റൽ. ഞങ്ങൾ ഇത്ര അല്ല അവിടെ നിന്ന് പറയണ്ട, ഞങ്ങൾ ഇത്ര നല്ല ഹോസ്റ്റലൊന്നും താമസിച്ചിട്ടില്ല. ഇതായിരിക്കും നല്ല ലക്ഷറി ആയിരിക്കും. അല്ല നമ്മൾ എൻജോയ്മെന്റ് വേണ്ടിട്ട് ഇവരെ കണ്ടന്റ് ഒക്കെ കാണുമ്പോ പറയും ഞാൻ ഒരു ദിവസം വരാം അങ്ങോട്ടേക്ക് എന്നൊക്കെ പറയും. അതെ, അപ്പൊ തോന്നി നമ്മൾ കാര്യമില്ല, നമ്മളൊരു വേണ്ട. ഞാൻ പോയിട്ടുണ്ട് അവിടെ. നിങ്ങൾക്ക് തോന്നിയിരുന്നില്ലേ ഞങ്ങൾ ആൺകുട്ടികളെ ഇൻസിഡന്റ് പറയുന്നുണ്ട്. ഈ ഫായ്സിന് വീഡിയോ ഇട്ടിട്ട് അത് 1 മില്യൺ റീച്ച് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതില് ഏറിപ്പോയത് ഞാൻ ഇവന് വേറൊരു ഇൻസിഡന്റ്. പിന്നെ അമീന ഞങ്ങളൊരു പിണങ്ങി ഇവൻ. എന്നിട്ട് ഒരു ദിവസം രാത്രി നോക്കുമ്പോ ആദമിനെ കാണാനില്ല. ഞാൻ എല്ലാരും വിളിക്കുക, ആദം ഇല്ല, പിണങ്ങിട്ട് പോയി, എന്താണെന്ന് അറിയില്ല, പിണങ്ങി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ആപ്പിളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകും. തൊട്ടപ്പുറത്ത് ജംഗ്ഷനിൽ ഞാൻ നോക്കിയപ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പിണങ്ങിട്ട്
ഞങ്ങള് ഞാനുമായിട്ടാ പിടങ്ങിയത്. അത് കോമഡി. ഞാനുമായിട്ട് പിടങ്ങിയിട്ട് അത് ഇറങ്ങിപ്പോയി. ഞാൻ പ്രതികുമാരി പാവട അത് തുടങ്ങിയത്. അവന്റെ അടുത്ത് പോകുന്നവർക്ക് പോവാം. പിന്നെ അങ്ങനെയൊക്കെ പറയും. രാത്രി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നു. അതങ്ങനെയാണല്ലോ നമ്മളൊക്കെ. ഒരു എക്സ്ക്ലൂസീവ് ഉണ്ട്. അപ്പൊ നമ്മുടെ സാഗറെ നമുക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട്. അത് കേൾപ്പിക്കാം. ഫുള്ള് നീ കേട്ടാ ആദ്യം. ഹലോ, അപ്പൊ നമ്മുടെ എല്ലാവരുടെയും സിനിമ ഡർബി ഈ വരുന്ന 27-ാം തീയതി ഇറങ്ങാട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. നമ്മളെല്ലാരും അടിച്ചു പൊളിച്ച് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി കളർഫുൾ പടമാണ്. അപ്പൊ നിങ്ങള് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, അനുഗ്രഹിക്കുക. അപ്പൊ ബാക്കി നമുക്ക് 27-ാം തീയതി തിയേറ്ററിൽ കാണാം. താങ്ക് യു. അപ്പൊ സാഗറിന്റെ എക്സ്ക്ലൂസീവ് സാഗറിന് 2 സിനിമയുടെ ഷൂട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ഇപ്പൊ ഞങ്ങളുടെ ഈ ഫൺ സൈഡ് പറഞ്ഞില്ല ഷൂട്ടിങ്ങിൽ. പിന്നെ ഇപ്പൊ ഡെയിലി കറക്റ്റ് ലൊക്കേഷനിൽ പോവാ. ഇമാരുടെ ചില പരിപാടികളുണ്ട്. അതായത് ഓരോരുത്തരെ പറ്റി പറയാം. മറ്റൊരു പരിപാടികളുണ്ട്. അത് ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് മാറി സ്പോട്ടിലൊരു സാധനം അടിക്കും. അത് കാണുമ്പോൾ ചിലപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യും. വീണ്ടും ടേക്കിൽ ഇട്ടേക്കും. ഇമാര് സ്പോട്ടിൽ അങ്ങനെ ഇട്ടാ. അപ്പൊ നമ്മുടെ അടുത്ത് പറയില്ല ഇത് അടിക്കുന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ അടിക്കുന്നത്. അപ്പൊ സ്പോട്ടിൽ വേറെ സാധനം ചിരി വരും. പിന്നെ അതുപോലെ ഫായ്സ് പടത്തിൽ ആദ്യം മുതലേ പടത്തിന്റെ കൂടെ തന്നെ സച്ചിന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഈ പടത്തിൽ കോറേറ്ററാണ്. പിന്നെ ഓരോ സീന് മുമ്പും ഞങ്ങൾ ഇടയ്ക്ക് ഡൗട്ടുള്ള ഫാസ്റ്റിനടുത്ത് ചോദിക്കും നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ത്രൂ ഔട്ട് ലെങ്തി സീൻ ഉണ്ടായിരുന്നു. അത് ഞാനും ജസ്നിയും മാനുവലിറ്റൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ അതിന്റെ ഫുൾ പരിപാടിയൊക്കെ ഫായ്സായിരുന്നു. അവിടെ അതിങ്ങനെ വർക്കായിട്ടില്ല ഇവരെ വേർത്തിട്ടാവുന്നത്. ആദ്യം ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. സീൻ ചെയ്യുമ്പോ ഒരു 4-5 എക്സ്പ്രഷൻ ഒക്കെ തരും. ഇത് മതി. അല്ല, അതെന്താന്ന് വെച്ചാൽ ഓസ്ലറിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സീരിയസ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഇതിൽ വന്നപ്പോ എങ്ങനെയാണ് അല്ല, ക്യാരക്ടർ? ഓസ്ലറിൽ ചെയ്ത ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ല. ബന്ധമില്ല. ഓസ്ലറിലുള്ള ക്യാരക്ടറായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ആ ചെയ്ത ക്യാരക്ടറായിട്ട് പുള്ളി ഭയങ്കര അത് ഭയങ്കര ഡെഡിക്കേറ്റഡ്. ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞത് ഞാൻ അപ്പുറത്ത് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ബിരിയാണി വാങ്ങിച്ചിരുന്നു. അപ്പൊ ഞാനും ഇവന് തമ്മിലുള്ള ഫൈറ്റാ. അപ്പൊ ഇങ്ങനെ അടിക്കും. എന്ത് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ട്രെയിലർ ഉണ്ട്. അപ്പൊ അതവൻ ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പൊ ഇത് ഹോക്കി സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ തെർമോക്കോളാ. അപ്പൊ ഇതിങ്ങനെ വളയും. അപ്പൊ ഒരു ഒറിജിനാലിറ്റി കിട്ടില്ല. അതും പൈസ ഒറിജിനൽ അടിക്കും. ഭയങ്കര പൈസ അടിച്ചോ. നീ ഒന്ന് ഒറിജിനൽ ഹോക്കി സ്റ്റിക്ക് അടിച്ച് നോക്കി ദാദം. ഇവനുണ്ടല്ലോ മോനെ, അത്ര ഡെഡിക്കേറ്റഡാ. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അത്ര ഭയങ്കര ഡെഡിക്കേറ്റഡ് അവൻ. പറഞ്ഞോ ബാക്കി. അപ്പോ ഫായ്സി പറഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ നിന്ന് ചില കാര്യങ്ങൾ വർക്ക് ചെയ്യും. അത് വർക്കല്ലേ, അത് വേണ്ട, അതല്ല വേറെ പരിപാടി. അപ്പൊ അങ്ങനെ ഫായ്സിന്റെ ഒരു പരിപാടി അത് ചെയ്തിട്ടുണ്ട്. ഇവരൊരു ഗ്യാങ്ങാ. അവൻ ഇഷ്ടപ്പെട്ടില്ല. ശിവ ജീവനെ എനിക്ക് മുന്നേ അറിയാലോ അല്ലേ? ഇതിപ്പോ കൂട്ടി 4ാമത്തെ തവണയാണ് ശിവനെ എല്ലാവർക്കും അറിയാം. ഫ്രാങ്ക് ഉണ്ട്, ഹബീബ് ഉണ്ട്. ഹബീബ് ഈ പടം ഇതൊരു എന്താ പറയാ, ഒരു ഹീറോയിൻ പരിപാടി. ഒരു മനൂപ് ഈ പടം ഇത് കേൾക്കും. പോസ്റ്ററിലാണ് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ് പറഞ്ഞിട്ട് പറയാം. ഈ പടം ശരിക്കും ഒരു ഹീറോയിൻ പരിപാടി പടം അല്ല. ഇത് വന്നു പോകുന്ന ഇത്രയും ഇരിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് പരിപാടികളോ. അതായത് ഇപ്പൊ അമീന്റെ പരിപാടി ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കുഴഞ്ഞു. അതുപോലെ ഹരിയുടെ പരിപാടി, ഹരി ചെയ്ത പരിപാടി അതും ഭയങ്കര ഇമ്പോർട്ടന്റ്. ഓരോരുത്തർക്കും ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരിപാടികൾ. ഞാൻ പറയട്ടെ, ഋഷിയുടെ ഒരു വൻ ട്രാൻസ്ഫോർമേഷൻ ഈ പടത്തിലുണ്ട്. അതായത് പുള്ളി ആദ്യം പറയുന്നത് ദർസിൽ പഠിക്കുന്ന ഒരു അതോടെ ഞാൻ പറഞ്ഞു. അതിനകത്ത് ഭയങ്കര ഒരു ഗ്രാഫുള്ള ഋഷി അത്
കുറച്ചധികം ടേക്കുകളൊക്കെ ആദ്യം പോയെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട്. ഇതുകൊണ്ടാണ് നമ്മള് പൊക്കി പറയുന്നത്. അങ്ങനെയൊക്കെ അല്ല അങ്ങനെയൊക്കെയാണ് ബിഫോർ വിക്ടറി. ഇപ്പൊ മനൂപിന്റെ എങ്ങനെയാ ക്യാരക്ടർ? ഈ പോസ്റ്ററിലെല്ലാം കാണാൻ പറ്റുന്നത് 3 ടീമാണെന്നുള്ളത്. അപ്പൊ എങ്ങനെയാ ക്യാരക്ടർ വരുന്നത്? എന്റെ ക്യാരക്ടറിന്റെ പേര് വരുന്നത് ജിജോ എന്നാണ്. എന്തേലും പറയേ. എനിക്ക് ആദ്യം തല്ലിയിരുന്ന അങ്ങനല്ല, സീനെ തല്ലിയിരുന്ന ജിജോയെ. അതെ. അല്ല ഇവരുടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം അമീന് ടീം ഭയങ്കരാണ്. ഇത് മറ്റാണല്ലോ പാപ്പിച്ചായ മറ്റേ സാധനം പൂക്കൾ ചോദിച്ചപ്പോൾ പുഷ്പങ്ങൾ മനുവിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാം. മനുവിന്റെ നാട് മലപ്പുറം, നിലമ്പൂര്. അവനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് മനുവിനോട്. അതായത് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ. കാരണം അവിടുത്തെ കള്ളനായിരുന്നു. അങ്ങനെയല്ല, ഇവർ സജിലിക്കയുടെ സെയിം കോളേജില് സെയിം നാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അവിടുത്തെ ആൾക്കാർക്ക് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവരുടെ നാട്ടിൽ നിന്ന് ഒരാള് ഡയറക്ടർ ആവുന്ന അവർക്ക് ആ സ്നേഹമുണ്ട്. അപ്പൊ ആ പ്രിവിലേജ് നമുക്കും കിട്ടും. കുറെ നാളെ നമുക്ക് ഇവിടെ നമ്മള് ഈ പറഞ്ഞ എനിക്ക് ആ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് വന്നില്ല. ഒരു ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ഒരു ഓപ്പൺ ജീപ്പ് എടുത്ത് അവിടുത്തെ ടൗണിലൊക്കെ പോയി അവരൊക്കെ ഓപ്പൺ ജീപ്പ് എടുത്ത് അങ്ങാടി ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് നമ്മളത് പെട്ടെന്ന് ടച്ച് ചെയ്യാം. ഇവരൊന്നും എവിടെ പോകും. ഇവൻ മനൂപ് എന്ന് പറഞ്ഞ മനൂപ് ഫസ്റ്റ് കടകലിലെ ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ് ആയിരുന്നു. ഇപ്പൊ ഈ ഇതില് ഫുൾ ഒരു ലെങ്ത് പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ മനൂപ് എന്ന് പറഞ്ഞാൽ മനൂപ് നമ്മളെ ഷൂട്ട് കിടക്കുമ്പോൾ കുറെ സ്ഥലങ്ങൾക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഇവർ സെയിം ഡയറക്ടറൊപ്പം നിലമ്പൂരായിരുന്നു. അപ്പൊ ഇവർ രണ്ടാളും ഡയറക്ടറും ഒരുമിച്ച് പഠിച്ച കോളേജിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഇവൻ പ്രിൻസിപ്പൽ കുറെ സമയം ലൊക്കേഷനൊക്കെ കിട്ടാണ്ടാകുമ്പോ പെർമിഷൻ കിട്ടാകുമ്പോ ഇവൻ പോയി കാല് പിടിച്ച് കൈ പിടിച്ച് ആയോ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. ഇവൻ ഒരു ലൊക്കേഷൻ മാനേജർ പോലെ ഇറങ്ങി നടന്ന് ഭയങ്കര ഓൾ ഇൻ ഓൾ ആണ്. അതെ. അപ്പൊ നിങ്ങക്ക് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ കഴിഞ്ഞപ്പോഴേ മതി എന്നെ പറ്റി പറഞ്ഞാൽ അതെ, ഷൂട്ടിംഗ് ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ തീർന്നപ്പോ ഉണ്ടല്ലോ ഒരു സെൻഡ് ഓഫ് അല്ലെങ്കിൽ നമ്മളൊരു കോളേജ് സെൻഡ് ഓഫ് വേണേ പറയാം. അല്ലെങ്കിൽ എല്ലാരും നല്ല കരച്ചിലായിരുന്നു. അപ്പൊ ഇപ്പൊ തുടക്കട്ടു മോൻ എൻ്റെ മോൻ തുടക്കട്ടു, ഹരി തുടങ്ങി, മറ്റേ ഋഷി, ഞാൻ എല്ലാരും തുടക്കട്ടു. അപ്പൊ ആദം ലാസ്റ്റ് ആദത്തിന് സൗണ്ടാണ്. ഞാൻ ഒരു വീഡിയോ കാണിക്കാൻ പറ്റാത്ത ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എല്ലാരോടും പറഞ്ഞപ്പോ ശിവ ലാസ്റ്റ് വന്നല്ലോ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ ഇവിടുന്ന് തുടങ്ങിയ ഈ തന്ത്രപ്രായമുള്ള ഇപ്പൊ കരഞ്ഞിട്ടുണ്ടല്ലോ മോനെ. കൊച്ചി വരെ കരഞ്ഞ വണ്ടിയിൽ എല്ലാരും ഭയങ്കരമായിട്ട് അല്ല ഈ ഹോസ്റ്റലും അല്ലെങ്കിൽ ഈ കോളേജൊക്കെ മിസ് ചെയ്യുന്ന പോലെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നു ആദ്യം താമസിച്ചത്. പിന്നെ നമ്മൾ സീനിൽ നിൽക്കുമ്പോ നമ്മൾ ഒരുമിച്ചൊരു വീട്ടിൽ നിൽക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരാൾ പെട്ടെന്ന് റൂം മാറി ഒറ്റയ്ക്ക് പോയി. ചോദിച്ചപ്പോ പറയാം എനിക്കത് നിങ്ങളോട് നിൽക്കുമ്പോഴത്തേക്ക് ആക്ടിങ്ങില് ആദമും ശിവയും നിൽക്കുമ്പോൾ ശിവ ചിരിക്കുന്നു. അല്ല എന്താ വെച്ചാലേ അത്ര സിംഗാണ് ഇവരായിട്ട്. അതായത് നമ്മൾ ഇന്ന് രാത്രി കളിച്ച് ചിരിച്ച് തമാശയും പറഞ്ഞ് തമ്മിൽ അടി എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഞാൻ കലിപ്പിടണം. ഇവന്മാര് മറ്റേ പാവങ്ങളെ പോലെ നിൽക്കണ്ടത്. ഞാനിരുന്ന് ഇവരെ പേടിപ്പിക്കണം, പരിപാടി ചെയ്യണം. പേടിപ്പിക്കണ ഇതായിട്ട് വേണം. എനിക്കാണെങ്കിൽ മനസ്സിൽ ചിരി വരെയാണ് നിക്കുമ്പോ തന്നെ അമീനെ നിക്കണത്. അല്ല പടത്തിന്റെ ഇടയ്ക്ക് ഞാൻ അമീനെ എന്നൊക്കെ വിളിക്കല്.
ഡബ് ചെയ്യുമ്പോ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇവനോട് പറഞ്ഞ ശിവ ആദമു ഗ്യാങ് വരുന്നെന്ന് ക്യാരക്ടറുടെ പേര് മറന്നു. അപ്പൊ അങ്ങനൊക്കെ സിനിമയില് ഇപ്പൊ പടം 27-ാം തീയതി ഇറങ്ങണം. പക്ഷെ അതെങ്ങനെയാവും അതെല്ലാം പ്രേക്ഷകരായിരിക്കണം. പക്ഷെ എന്തുകൊണ്ട് ഈ പടം ചെയ്തുകൊണ്ട് ആർക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് നഷ്ടമില്ല. കാരണം അങ്ങനെ കണക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് വേണ്ടത്. ഒരു സിനിമ എന്ന് പറയുന്നത് സൗഹൃദം തന്നെ വേണേ പറയാം. കാരണം ഈ സൗഹൃദത്തിൽ നിന്ന് അടുത്ത സിനിമകൾ നിങ്ങൾ ഈ പടം വിജയിപ്പിച്ചും കൂടി തരുവാണെങ്കിൽ ഡബിൾ ഹാപ്പി. ഇതിലെ ഡയറക്ടർ സജിലിനും വലിയ പ്രായമല്ല, എന്നെക്കാളും ഒരു വയസ്സ് മൂത്തേ ഉള്ളൂ. അപ്പൊ എല്ലാരും ഒരു പ്രായം. ഹരിക്ക് വയസ്സ് 40. ശിവ ഒഴിച്ച് ശിവയും പായസ്കി അവർക്ക് 42 വയസ്സുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഏകദേശം ഒരു പ്രായം. സജിലിക്കൊക്കെ ശരിക്കും എന്നെക്കാളും ഒരു വയസ്സ് മൂപ്പേ ഉള്ളൂ. പക്ഷെ ശിവ സജിലിക്ക എന്നൊക്കെ വിളിക്കുന്നത് ചെറിയ ഡയറക്ടറാണ് നമ്മുടെ ബഹുമാനം അല്ലേ? അതെ. അല്ല നമുക്ക് അവസാനമായിട്ടുണ്ടല്ലോ ഋഷിന്റെ ഒരു റാപ്പ് പാടി നല്ല രീതിയിൽ പോയിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ സിനിമയില് ഋഷ് പാട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അല്ലല്ല, ഞാൻ വേറൊരു സിനിമയിൽ ചെയ്ത പാട്ട് പാടാം. അത് പറ്റില്ല, നമ്മളെ സിനിമ ചെയ്ത പാട്ട് അതൊന്നും വേണ്ട. നമ്മളെ ഓക്കെ, പാടിക്കോ. അതില് ഇപ്പൊ മ്യൂസിക് ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ ചെയ്ത പാട്ടാണ്. പഞ്ചങ്ങ് പാറി പട്ട 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 ഇടിക്കണ നെഞ്ചിന്റെ മേലേക്ക് തബല വെച്ചാടി ഇടി 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 കച്ചേരി പാടി ആരംഭ കടകളിയാട്ടം പൊടി പഞ്ചങ്ങ് പാറി പട്ട 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 ഇടിക്കണ നെഞ്ചിന്റെ മേലേക്ക് തബല വെച്ചാടി ഇടി 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 ഇടിന്റെ മേക്കത്തി കച്ചേരി പാടി ആരംഭ കടകളിയാട്ടം അപ്പൊ മാർച്ച് 27 ഡർബി തിയേറ്ററിൽ വരാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ അഴിഞ്ഞാട്ടൊക്കെ കാണാം നമുക്ക് തിയേറ്ററിൽ അല്ലെ? അഴിഞ്ഞാട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സിനിമയിൽ കാണാം. അപ്പൊ സിനിമ വലിയൊരു വിജയമായി തീരട്ടെ ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം താങ്ക് യു.